നമസ്കാരം. സ്പാർക്ക് മീഡിയയിലേക്ക് സ്വാഗതം. സജീവ് കിളികുലം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന രുദ്രം എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കണം എന്നുള്ളതല്ല, ഇതിൻ്റെ മെസ്സേജ്, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, ഈ മെസ്സേജ് എത്തേണ്ടവർക്ക് എത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ചലച്ചിത്രം എൻ്റെ 9ാമത്തെ ചലച്ചിത്രമാണ്. ഇതിൻ്റെ രചനയും സംവിധാനവും അതുപോലെ തന്നെ ഗാനരചനയും സംഗീതവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരു സോഷ്യൽ സബ്ജക്റ്റാണ്. വളരെ ശാന്തമായ രീതിയിൽ കഥ പറയുന്നു. മെസ്സേജുകളുണ്ട്. ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. പ്രകൃതിയും മനുഷ്യരും അതേപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥിതിയും വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു ദശാസന്ധിയിൽ ജീവിതം തന്നെ മറന്ന് അതിജീവിക്കുന്ന രുദ്ര എന്ന് പറയുന്ന ഒരു കാവ്യമാണ് രുദ്രാജി. നവംബർ മാസത്തിൽ തിയേറ്ററിലെത്തും. സ്ത്രീപക്ഷ സിനിമയാണ്. ഗ്രാമീണ അന്തരീക്ഷത്തിലാണ്. എസ്പെഷ്യലി വയനാട്, കണ്ണൂർ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഫലമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തിട്ട് അവർ ഒരു ഗ്രാമത്തിലെത്തുന്ന ഒരു പുഴക്കരയിൽ അവിടെ വെച്ച് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ, അതേപോലെ രോഗദുരിതങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. എങ്കിലും പ്രണയമുണ്ട്, രതിയുണ്ട്, ഭക്തിയുണ്ട്, വിപ്ലവമുണ്ട്, എല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു ഇന്നതൊരു വ്യവസ്ഥിതിയുടെ ഒരു ചിത്രീകരണമാണ് സിനിമ. വിമർശിച്ച് പറയുന്നത്. പാട്ടുകൾ മനോഹരമായ പാട്ടുകളുണ്ട്. അത് ചെയ്തിരിക്കുന്നത് മ്യൂസിക്കുകൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനൊരു പാട്ടുകൾ പാടിക്കുന്നത്. അപ്പോൾ സാറുടെ എല്ലാ അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് ഉള്ള ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയം ആവശ്യമാണ്. അത് ജനങ്ങളിലെത്തണം. ഇത് നയനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചെവിയിൽ നിന്നും അവിടെ നിൽക്കരുത്. ഹൃദയത്തിലോട്ട് പോകണം, തലച്ചോറിലോട്ട് പോകണം. അപ്പോഴാണ് ഒരു സിനിമ നല്ലതാവുന്നത്. നമ്മുടെ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസിലെ കളക്ഷൻ അല്ല ഒരിക്കലും. നല്ല സിനിമകളൊന്നും തന്നെ അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ളതല്ല. പക്ഷേ ഈ കഥാപാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഒരു നല്ല സിനിമയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു നല്ല സിനിമയാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന പല പടങ്ങളും ത്രാഷാണ്. അതിനകത്ത് അനുകരിക്കാൻ പാടില്ലാത്തതാണുള്ളത്. അത് കാണരുതെന്ന് മാത്രമേ ഞാൻ പറയൂ. അങ്ങനെയുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള നല്ല സിനിമകൾ, എന്തെങ്കിലും മെസ്സേജ് ഉള്ളത്, മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പാകത്തിൽ മാറ്റിയെടുക്കാവുന്ന ചിത്രങ്ങൾ, ഇതൊക്കെയാണ് വേണ്ടത് നമുക്ക്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ്. അതിനൊരു മാറ്റം വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് നിഷി ഗോവിന്ദ്. ഒക്കെ നാറ്റീവ് പ്ലേസ് കോഴിക്കോടാണ്. പക്ഷെ ഞാൻ ദുബായിലാണ് കുറേ വർഷങ്ങളായിട്ട്. ദുബായിൽ ഞാൻ ടെക്നിക്കൽ മാനേജറായിട്ട് IRS ബിൽഡിംഗ് സിവിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും ഞാനിപ്പം എൻ്റെ ലീവിന് വന്നതാണ് ഈ പ്രോഗ്രാമിന്. അപ്പം എനിക്ക് ഈ സിനിമ എന്നതിൻ്റെ ചെറുപ്പകാലത്തെയുള്ള വലിയൊരു പാഷൻ തന്നെയാണ്, ഭയങ്കര ഇഷ്ടം ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിതുപോലെ നല്ലൊരു ക്യാരക്ടർ വന്നപ്പം അത് ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ സിനിമയല്ല, ഞാൻ മുമ്പ് ഒരു ചെറുതായിട്ട് ചെയ്യും. പക്ഷെ അത് വലുതായിട്ടൊന്നും നമ്മൾ അഭിനയിക്ക് സാധ്യത ഉണ്ടായി അങ്ങനെ വന്നതല്ല. ഇത് വന്നിട്ട് ലീഡ് ക്യാരക്ടർ, ഇതാണ് ലേഡീസ് ഓഫ് ഹൺഡ്രഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. രുദ്ര എന്ന ക്യാരക്ടറാണ് അതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് അപ്പം അത്രയും നല്ലൊരു, എനിക്ക് എൻ്റെ എന്താ പറയുക, സിനിമയോടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തലത്തിലും ഇത് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വന്ന് ഷെഡ്യൂളായിട്ടെല്ലാം ചെയ്ത് തീർത്തു. ഇപ്പോൾ ഇത് നവംബർ 15 15 മുമ്പായിട്ട് റിലീസ് ചെയ്യുന്ന പടം നന്നായിട്ട് എല്ലാ കാര്യം ചെയ്തു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ തിരികെ പോകും. ഇനി റിലീസ് ആകുമ്പോൾ നല്ലൊരു
23 ദിവസം ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ഡയറക്ടർ അത് വല്ലാതെ എനിക്ക് എൻ്റെ ഒരു കൺവീനിയൻസ് വെച്ചിട്ട് ഷെഡ്യൂൾ എനിക്ക് തന്നായിരുന്നു, കട്ട് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയെ ബാധിക്കാതെ, മുന്നോട്ടും ജോലിയെ ബാധിക്കാതെ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ സോങ് റിലീസ് സാറിനെ പോലെ വലിയൊരു പ്രഗത്ഭനായ വ്യക്തി ചെയ്യുന്നത് അതിന് എനിക്ക് കിട്ടിയ ഇതിപ്പോൾ എങ്ങനെയാണ് സോങ് റിലീസ് പബ്ലിക്കിലെത്താൻ പോകുന്നത്? ഈ ഒരു പാട്ട് എങ്ങനെ എത്തും? അവരിലൂടെ റിലീസ്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം സാറിനെ പോലെ ഒരു ആളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് നായികയായിട്ട് വന്ന സിനിമ തന്നെ സോങ് റിലീസ് ചെയ്തു. അത്രയും വലിയൊരു ഭാഗ്യം, എൻ്റെ വലിയൊരു ഭാഗ്യം. എല്ലാം നന്നായിട്ട് വരട്ടെ. നമസ്കാരം സർ. ഇത് പ്രൊമോഷനാണ് ആവശ്യം. എങ്ങനെയുള്ള സിനിമകൾക്ക് പ്രൊമോഷനാണ് ആവശ്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വലിയ പടങ്ങൾക്കാണ് പ്രൊമോഷന് വേണ്ടി TV ചാനലൊക്കെ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ പല വേദികളിലും ഇത് പറയാറുണ്ട്. ഈ വലിയ പടങ്ങൾക്ക് ഒരു പൊരുളുമില്ലാത്ത, ഒരു സന്ദേശവുമില്ലാത്ത അങ്ങനത്തെ പടങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നല്ല സിനിമ വരുമ്പോൾ അതിന് അവരെ അങ്ങനെയുള്ള ഇതില്ല. ഈയിടെ ഞാൻ ഇവിടെ ഫെമിനിറ്റി ഫാത്തിമ കാണിച്ചു. നല്ല ഫിലിമാണ്, കണ്ടിട്ടുള്ളതിൽ വളരെ നല്ല ഫിലിം. പക്ഷേ ഒരു TV പോലും അതിനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല, ഒരു പത്രം പോലും എഴുതിയിട്ടില്ല. അത് കഷ്ടമാണ്. ഒരു സാധാരണക്കാരനായ ഇദ്ദേഹത്തെ പോലെയൊക്കെ പണക്കാരനൊന്നുമല്ല, സാധാരണ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് എടുത്ത ആദ്യത്തെ പടമാണ്. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാനോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനോ എന്നുള്ള പൈസയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തടയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാലക്കാടല്ല തലശ്ശേരിയിലാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത്, 10-ാം തീയതി. 2 പേരാണ് വന്നത്. 6 പേര് വന്നാലേ സിനിമ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസ്ഥയിലൊരു നല്ല സിനിമ പോകുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് വേദനയാണ്. ഇവരുടെയൊക്കെ ചിന്താഗതി എന്നും മാറുമെന്നറിയില്ല. ഇവർ ഈ വലിയ സ്റ്റാറിൻ്റെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സിനിമകളില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവണം. ഇനി മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ 50 കൊല്ലമായിട്ട് ഇതിനെതിരെ പൊരുതുന്ന ആളാണ്. പക്ഷേ അത് വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു മൗത്ത് ക്യാമ്പയിൻ, വിസ്പർ ക്യാമ്പയിൻ എന്ന് പറയും, അതാണ് വേണ്ടത്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ 4 പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം. ആ 4 പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം. അത്രയും മതി, ഒരു പടം വിജയിക്കും. അങ്ങനെയുള്ള വിസ്പർ ക്യാമ്പയിനിൽ കൂടെ മാത്രമേ ഈ ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കുള്ളൂ. ഇതാണ് റിലീസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി എത്ര ചിലവായോ അതിനേക്കാൾ കൂടുതലാകും റിലീസ് ചെയ്യണമെങ്കിൽ. അതൊന്നും ആർക്കും പറ്റില്ല. അപ്പോൾ ഇത് പണക്കാരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ളവരുടെ ഒരു കലയായിട്ട് മാറരുത്.